ഇന്നലെ ഞാൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ്. അത് BJP-ന്നോ അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസിന്നോ വേറെ ലീഗിന്നോ നോട്ടമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, അതുപോലെ മശായിഖ് ബോർഡ്, സൂഫി സംഘടന, ഞങ്ങളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ കാര്യം പറയാൻ സമയം തരണം. അദ്ദേഹം സമയം തന്നു, 1.5 മണിക്കൂർ സമയം. ഞങ്ങൾ 40 ആളുകൾ പോയി, 40 പണ്ഡിതന്മാർ അവിടെ പോയി. 50 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. ബാക്കിയുള്ള സമയം അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറഞ്ഞു. ആ മറുപടി ഞങ്ങൾ പറഞ്ഞു. അവിടെയെല്ലാം ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം, ഈ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം, മുസ്ലിംകൾക്ക് മുസ്ലിംകളുടേതായ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്താൻ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിർത്തുക തന്നെ വേണം, അതെടുത്തു കളയരുത്. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഹിസ്റ്ററി, ചരിത്രം, അത് മാറ്റി എഴുതാൻ പറ്റില്ല. അത് ആ ചരിത്രം അതേ നിലക്ക് തന്നെ നിൽക്കേണ്ടതാണ് എന്ന് തുടങ്ങി ഞങ്ങൾ എയർ ഇന്ത്യയുടെ ചൂഷണം അടക്കം പറയുകയുണ്ടായി. എയർ ഇന്ത്യ ചൂഷണം ചെയ്യുന്നത് യൂറോപ്യൻ നാട്ടിൽ പോകാൻ 45,000 രൂപ, ദുബായ് പോകാൻ 60,000 രൂപ, സൗദി പോകാൻ 80,000 രൂപ. ഇതിവിടുത്തെ എയർ ഇന്ത്യ എടുക്കുന്ന ചൂഷണമാണ്. ആ ചൂഷണത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഭൗതികമായി ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്ത് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കണം. ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് ജീവിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതേ സമയത്ത് ടെററിസ്റ്റാവാനോ ഭീകരവാദിയാവാനോ തീവ്രവാദിയാവാനോ ഒരിക്കലും പാടില്ല. അതൊന്നും ഇല്ലാത്ത വിധത്തിൽ സമാധാനത്തിലൂടെ, സൗഹൃദത്തിലൂടെ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ മുസ്ലിംകളും മുസ്ലിംകളല്ലാത്തവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താവില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നവരെ സംബന്ധിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പ് നോക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാലിഹായ അമൽ ചെയ്യുന്ന മനുഷ്യനെ പോലെയുള്ള പ്രവർത്തനമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആ നല്ല ഉദ്ദേശമുണ്ടാവണം. മറ്റാരോടുമുള്ള വിശേഷമോ വെറുപ്പുകളോ മറ്റ് സംഗതികളോ നമ്മുടെ ഹൃദയത്തിൽ വരാതെ പാവപ്പെട്ടവരോട് കരുണ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് എന്ന നിലക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വേണമെന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. ഒറ്റവാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ജാമിയ സഅദിയയിൽ മാസത്തിലൊരിക്കൽ അവിടെ കാസർഗോഡ് ജില്ലയിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ദർസ്, അത് ഇപ്പൊ ദർസ് നടത്തി വരികയാണ്. ആ ദർസിൽ തന്നെ നടത്തിയ ഇന്നത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചപ്പോൾ അവിടുന്ന് ആ വഹി ലഭിച്ചത് പൂർത്തീകരിക്കാൻ കഴിയുമോ, എന്താണ് എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന ചെറിയൊരു പരിഭ്രമം വന്നപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, ഒരിക്കലും തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തൂല. ഓ ചെറുപ്പക്കാരെ, മഹറിന്റെ പ്രവർത്തകരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പാവങ്ങളെ കാര്യം ശ്രദ്ധിക്കണം. വെറും നിക്കാഹ് ചെയ്തു കൊടുക്കൽ മാത്രമല്ല,
നിങ്ങളെ വീട്ടിൽ വലിയ ഭക്ഷണമുണ്ടാക്കി കഴിക്കുമ്പോൾ അടുത്ത അയൽ വീട്ടുകാരൻ പട്ടിണി കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ തഹ്ഖിറന്ന ജാറത്തുൽ ജാറത്തിഹാ വലൗ ബിഫിർസിനി ഷാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആട്ടുമാംസത്തിന്റെ കറി വെക്കുമ്പോൾ സ്ത്രീകളെ നിങ്ങൾ വെള്ളം വർദ്ധിപ്പിച്ചു വെക്കണം. അത് ആടിന്റെ കുളമ്പ് എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അല്പമൊന്ന് വർദ്ധിപ്പിച്ച് വെച്ച് നിങ്ങളെ അയൽ വീട്ടുകാർക്ക് കൊടുത്തയക്കണം എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാണ് പറയുന്നത്, അങ്ങയുടെ ദൗത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥ അഗതികളെയും സംരക്ഷിക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് തങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല എന്ന് മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നബി തങ്ങൾ സമ്മതിച്ചത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പാവങ്ങളോടുള്ള സ്നേഹം നമുക്കെപ്പോഴും വേണം. നമ്മുടെ അയൽവാസികളെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. അവർ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. അവർക്ക് വസ്ത്രമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് വലിയ നേട്ടമാണ്. അതോട് കൂടെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചിന്തിക്കണം. ഒരേ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദരിദ്രൻ എന്ന് പറയുന്നത് പരസ്യമായി ഇറങ്ങി അങ്ങാടിയിലിറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പീടികയിലും കയറി തെറുത്തുഹുത്തമ്മത്തുവത്തം ഒരു കാരക്കയും 2 കാരക്കയും അല്ലെങ്കിൽ 5 പൈസ